ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അധികം ആൾക്കാരും കമൻറ്റിൽ ചോദിക്കുന്നത് കാണാം, പുതിയ കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ മോഡം വാങ്ങിക്കൊടുക്കണോ എന്നുള്ളത്. നമ്മൾ മോഡം വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ തരുന്ന കണക്ഷൻ അനുയോജ്യമായിട്ടില്ല. അതിപ്പം കേരള വിഷൻ ആയിക്കോട്ടെ, BSNL ആയിക്കോട്ടെ, റെയിൽവെയർ ആയിക്കോട്ടെ, ഏതൊരു സർവീസ് പ്രൊവൈഡർ ആയിക്കോട്ടെ, അതിൻ്റെ കണക്ഷൻ തരുന്ന ആൾക്കാർ അതിന് പറ്റിയിട്ടുള്ള ഒരു മോഡം നിങ്ങൾക്ക് കൊണ്ടുതരും. അതിന് പൈസ നിങ്ങൾ കൊടുക്കണം. ഇൻസ്റ്റാളേഷൻ ആൻഡ് മോഡം ഫ്രീ എന്ന് പറയുകയാണെങ്കിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് മന്ത് റീചാർജിൻ്റെ പൈസ മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന മീറ്ററിൽ അധികമാണ് നിങ്ങൾ വീട്ടിലേക്ക് കേബിൾ വലിച്ചതെങ്കിൽ ആ എക്സ്ട്രാ വന്ന മീറ്റർ എത്രയാണോ അതിൻ്റെ കേബിളിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും. അപ്പം നോർമലായിട്ട് കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ മോഡം വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ തന്നെ ആവശ്യമുള്ള മോഡം വാങ്ങിക്കൊണ്ട് തരും. പിന്നെ നിങ്ങൾക്ക് സജഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് എനിക്ക് 5G അല്ലെങ്കിൽ ഡുവൽ ബാൻഡ് മോഡം വേണം, അല്ലെങ്കിൽ സിംഗിൾ ബാൻഡ് മതി എന്നൊക്കെ പറയാനുള്ള നിങ്ങൾക്ക് ഓക്കെയാണ്. നിങ്ങൾക്ക് അങ്ങനെ പറയാം. അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കും കൊണ്ടുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം പറയുകയാണ് എനിക്ക് ഡുവൽ ബാൻഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ എത്രയാണ് പൈസ എന്നുള്ള കാര്യങ്ങൾ പറയും. ചില സമയത്ത് ഫ്രീ എന്ന് പറയുന്നത് ഈ പറയുന്ന സിംഗിൾ ബാൻഡ് മോഡായിരിക്കും. അപ്പോൾ ഡുവൽ ബാൻഡ് നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. എന്നാലും ഏറ്റവും നല്ലത് അവർ കൊണ്ടുവരുന്ന മോഡം തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും. കാരണം കൃത്യമായിട്ട് അവർക്ക് അതിൻ്റെ കാര്യങ്ങളും സെറ്റിങ്സും ഒക്കെ അറിയാം. ഇപ്പം നമ്മളൊരു അവരുടെ ഒപ്റ്റിക്കൽ ഫൈബർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അവർ ചെയ്തു വരികയായിരിക്കും. എന്നാലും കൂടുതലും അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ചിലപ്പോൾ അറിയില്ല. കാരണം സ്ഥിരമായിട്ട് അവർ ചെയ്യുന്ന കുറച്ച് മോഡം കമ്പനി ഉണ്ടാകും. സ്കോപ്പസ്, അതുപോലെ തന്നെ നെറ്റ് ലിങ്ക്, പിന്നെ GX തുടങ്ങിയിട്ടുള്ള ചില കമ്പനികളുണ്ട്. അതിൻ്റെ മോഡം തന്നെയായിരിക്കും അവർ തരിക. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സും അവർക്ക് അറിയുന്നതായിരിക്കും. ഇനി അതല്ല നമ്മൾക്ക് സെപ്പറേറ്റ് തന്നെ മോഡം വേണമെന്നാണെങ്കിൽ അവരോട് ചോദിക്കാം. നിങ്ങളുടെ ഏത് തരം ഇപ്പോൾ ONU എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സപ്പോർട്ട് ചെയ്യുന്ന 2-3 തരത്തിലുള്ള പോർട്ടുകളുണ്ട്. അതിൽ ഏത് പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന മോഡാണ് ഞാൻ വാങ്ങേണ്ടത്, ഞാൻ തന്നെ വാങ്ങിക്കോളാം എന്ന് പറയുകയാണെങ്കിൽ അവർ സമ്മതിക്കുന്നത് തന്നെയാണ്. ഇനി അതല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പറയുന്ന സർവീസ് പ്രൊവൈഡർ ഒരു മോഡം തരും. ആ മോഡത്തിൽ നിന്ന് ലാൻ കേബിൾ വലിച്ചിട്ട് നിങ്ങൾ ഏതാണോ പുതുതായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മോഡം അതിലേക്ക് ലാൻ കേബിൾ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന എക്സ്ട്രാ ചിലവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സദാസമയം ഈ രണ്ടും, അതായത് സർവീസ് പ്രൊവൈഡർ ആയി തന്നിട്ടുള്ള ആ ഒരു മോഡും നമ്മൾ വില കൊടുത്ത് വാങ്ങിയിട്ട് രണ്ടാമത്തെ മോഡും രണ്ടും ഒരേ സമയം ചാർജിലിട്ട് വെക്കേണ്ടി വരും. അങ്ങനെ നമ്മൾക്ക് വൈദ്യുതി ചാർജ് എക്സ്ട്രാ വരുന്നതാണ്. അല്ലാതെ നമ്മൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇപ്പം നിങ്ങൾക്കറിയാലോ, പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഐഫോൺ അതിൽ Wi-Fi 7 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾക്ക് തരുന്ന ഈ മോഡങ്ങളിൽ Wi-Fi 7 സപ്പോർട്ട് ചെയ്യുന്ന മോഡം അവരിൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഡുവൽ ബാൻഡ് തന്നെയാണ് അവർ മാക്സിമം കൊടുത്ത് കണ്ടിട്ടുള്ളത്. അതിന് മുകളിലേക്കുള്ളത് ട്രൈ ബാൻഡിൽ 6G ഗാർഡ്സും അതുപോലെ തന്നെ Wi-Fi 6E പോലുള്ള കാര്യങ്ങൾ Wi-Fi 7 ഒക്കെ വരുന്നത് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം. അത്തരം മോഡലുകൾക്ക് നല്ല വിലയുണ്ട്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള മോഡം വാങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ലാൻ കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നോർമലായിട്ട് കണക്ഷൻ എടുക്കുന്ന ആൾക്കാർ മോഡം വാങ്ങിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ കൊണ്ടുതരും. ഒരു പക്ഷേ ഫ്രീ ഓഫർ ആണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ മോഡം കിട്ടും. അതല്ല അതിന് പൈസ കൊടുക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ അവർക്ക് പൈസ കൊടുത്താൽ മാത്രം മതി. അല്ലാണ്ട് നിങ്ങൾ പ്രത്യേകിച്ചിട്ട് മോഡം വാങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഒരാളിങ്ങനെ ചോദിച്ചുകൊണ്ടാണ് കമൻറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് കമൻറ്റ് നോക്കുമ്പോൾ അറിയാമല്ലോ ഇത്തരത്തിൽ കമൻറ്റുകൾ ഏതൊക്കെയാണ് വരുന്നുള്ളത്. അതനുസരിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും അവർ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് അവർക്ക് അതിൻ്റെ ഉത്തരം കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ച് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരു കണ്ടൻറ്റും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.